നമ്മളെ ഫാമിലെ രാവിലത്തെ പരിപാടികളൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മൾ ആർട്ടീമിയെ വിരിയിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഗപ്പിൻ്റെ ഫ്രൈസിനും കുറച്ച് സൈസായി വരുന്നവർക്കും വേണ്ടിയിട്ടും അതുപോലെ പാരൻസിനും കുറച്ച് കൊടുക്കാൻ വേണ്ടി. ഇത് നമ്മൾ ആർട്ടീമിയ വിരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എയറേഷനൊക്കെ ഓഫാക്കി നമ്മളിവരെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ബോട്ടിലാണ് ഞാൻ ആർട്ടീമിയ വിരിയിപ്പിക്കാൻ വെക്കുന്നത്. കാരണം അതിൻ്റെ അടിയിൽ എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇളകും. ഈ നെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടീമിയ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് പിടിച്ച് വെക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അരിച്ചെടുത്ത ആർട്ടീമിയനെ നമ്മൾ ആ വെള്ളത്തിലേക്കാണ് ഇടുക ആദ്യം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ആർട്ടീമിയനെ അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിലേക്ക് ഇട്ട് എന്നതിൻ്റെ ശേഷം ആ നെറ്റിൽ നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആർട്ടീമിയ താഴേക്ക് പോകും. താഴെയുള്ള നെറ്റിൽ നമുക്ക് ആർട്ടീമിയ മാത്രമായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ അരിച്ചെടുത്ത ആർട്ടീമിയ. അത്യാവശ്യം സ്ഥിരം കുറച്ചൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ഒരു പെപ്സിൻ്റെ ഒരു ബോട്ടിലിനകത്തേക്ക് മാറ്റും. ഈ ബോട്ടിനകത്തേക്ക് മാറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫീഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബോട്ടിനകത്ത്. അതിന് ഇങ്ങനെ സ്പെഷ്യലായിട്ട് വന്ന് വരുന്നൊരു ടോപ്പ് മേടിക്കാൻ കിട്ടും. ആ ടോപ്പ് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഫീഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗപ്പിൻ്റെ ഫ്രൈസിനും അതേപോലെ കുറച്ച് പാരൻസിനൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒരു നേരം കുറച്ച് ആർട്ടീമിയ കൊടുക്കും. അപ്പോൾ ഫ്രൈസിന് ആർട്ടീമിയ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദഹന പ്രക്രിയയൊക്കെ പെട്ടെന്നാവും. ആദ്യത്തെ ഒരു 10 ദിവസം ആർട്ടീമിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗപ്പി നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റായിട്ട് വളരും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈസിന് കൊടുത്ത ആർട്ടീമിയാണ്. ഇവർ അക്വറിയത്തിലിട്ട കുറച്ച് ബാച്ചാണ്. അപ്പോൾ അവർ നന്നായിട്ട് ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഒരാഴ്ച ആയ കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നല്ല ഗ്രോത്തും നല്ല രീതിയിൽ കളറ് ഇപ്പോൾ തന്നെ വാലിലൊക്കെ ചെറുതായിട്ട് കളറ് കയറി കാണും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, വീഡിയോയിൽ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ ആളുകൾക്ക് ഇതേപോലെ ആ ബോട്ടിലൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആർട്ടീമിയ ആ ടോപ്പിൽ നിന്ന് കുറേശ്ശെ കൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കൊരു കൺട്രോൾഡ് ആയിട്ടുള്ള അളവിൽ ആർട്ടീമിയ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പ്ലാറ്റിനം വൈറ്റ് ഗപ്പിയാണ്, ഫുൾ വൈറ്റാണ്, ആൽബിനോ ആണ്. അപ്പോൾ അവർ പാരൻറ്റ് സൈസ് ആയതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ആർട്ടീമിയ കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ക്ലിയറായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോർച്ച് വെച്ചിട്ട് ലൈറ്റ് അടിച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഫീഡിങ് വരുത്തി കഴിഞ്ഞു. വൈകിട്ട് നമ്മൾ പെല്ലറ്റ് കൊടുക്കും. ഇവർക്കൊക്കെ വലിയ സൈസിന്, കുഞ്ഞുങ്ങൾക്ക് ആർട്ടീമിയ വന്നിരിക്കും. ഇത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഒരു ടാങ്കാണ്. ഇതിനകത്ത് പാരൻസും കുട്ടികളൊക്കെ ഒരുമിച്ച് കിടക്കണം. അപ്പോൾ ഇവർക്ക് ആർട്ടീമിയ നമ്മൾ സ്ഥിരം കൊടുക്കണമല്ല, കുട്ടികളെ മാറ്റാനുള്ളതാണ്. അതേപോലെ ഇത് നമ്മളെ പ്ലാറ്റിനം ഡംബോയറിൻ്റെ ടാങ്കാണ്. അതിനകത്തൊക്കെ ബ്രീഡിംഗ് കേജിലേക്ക് കുട്ടികൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കയറി വന്ന കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ കുറച്ച് ആർട്ടീമിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇൻഡസ്ട്രിയൽ, അതായത് ദഹന പ്രക്രിയയൊക്കെ നല്ല സുഖമായിട്ട് നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ പരിപാടികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.